ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ കുറേ നാള് നമ്മളെ പഠിക്കാനൊക്കെ വന്നിട്ട് നമുക്ക് പഠിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമായി നമ്മൾ ഗാഡ്ജറ്റ് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടന്റ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ സ്റ്റോറേജ് ഭയങ്കര മടുപ്പാണ്, അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഐ എം വിത്ത് ചേട്ടയാണ് നമ്മുടെ സ്പോൺസർ അല്ല, ചേട്ടയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്തോട്ടാണ് നമ്മൾ അഡ്രസ്സ് കൊടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ഗാഡ്ജറ്റ് എത്തിയിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് ദിസ്? എന്തായിരിക്കും? ചേട്ടാ, അപ്പോൾ നമ്മുടെ അൺബോക്സർ ചേട്ടയാണ്. ആദ്യം തന്നെ എൻ്റെ സാധനമാണ്. നമ്മുടെ നിക്ക് ആയുധം കാണിക്കുക. ആയുധം അശ്വിൻ്റെ വണ്ടിയുടെ കീയാണ് ആയുധം. അൺബോക്സിങ് നമ്മുടെ ഈ ചാനലിൽ ആദ്യത്തെ അൺബോക്സിങ് അല്ലേ. ഇനിയിപ്പോൾ ഈ അൺബോക്സിങ് ഇല്ല, ഈ അൺബോക്സിങ് കണ്ടിട്ട് വേറെ കമ്പനിക്കാരൊക്കെ അയച്ചു തരുമായിരിക്കും. എന്നിട്ട് ശശാമൊക്കെ പോകുന്ന പോലെ ചൈനയിലൊക്കെ പോയി വിവോയുടെ ഒക്കെ എന്ത് ചെയ്യാനാണ് എന്താ അത് വലിച്ചു കീറട്ടെ. നമുക്ക് വെറൈറ്റി എന്തെങ്കിലും പിടിക്കണ്ടേ? വലിച്ചു കയറാൻ പറഞ്ഞപ്പം ഞാൻ കണ്ടിച്ച് വരുമ്പോഴത്തേക്കിന് വീഡിയോ മൊത്തം കട്ട് ചെയ്യണമല്ലോ. ഗൈസ് യെസ് ഗൈസ് കാണിക്കട്ടെ. നത്തിങ് CMF ബഡ്സ് 2A. അപ്പോൾ നമ്മൾ 2A പ്ലസ് നത്തിങ് 2A. നമ്മളപ്പം നമ്മൾ നത്തിങ് CMF ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എൻവിറോൺമെന്റിൽ സ്റ്റിക്കർ പൊളിഞ്ഞിരിക്കുവാണോ ചേട്ടാ? ഇവന്മാരി ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇവന്മാരി പൊട്ടിച്ച സാധനമൊക്കെ മാറ്റി ഇങ്ങോട്ട് നമുക്ക് തന്നു വിടും. റീഫർബിഷ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് പറ്റിച്ചോന്ന് അറിയത്തില്ല. അങ്ങനെ അത് കേക്കത്തില്ല, നഖയില്ല എനിക്ക്. അത് പൊളിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഇഷ്ടമുണ്ടോ? ഇത് തിരിച്ചു പിടിച്ചിട്ട് അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ? അല്ല അത് വേണ്ട. ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട്. ഇവിടെ ചെവിക്കനുസരിച്ചുള്ള 4 ബുഡ്സ്. ചെവിക്കനുസരിച്ചുള്ളതാണ്. ഇത് ചെറുതാ, ഇത് 2 സ്മോളാ, ഇത് 2 ലാർജ്. എക്സൽ ഇല്ലല്ലേ? എന്റെ പൊന്തൻ ചെവിയാ ചെവിക്കേറ്റ്. നമ്മള് വൈറ്റാ കേസ് മേടിച്ചത്. എനിക്ക് വൈറ്റിനോട് ഒരു പ്രത്യേക പ്രേമമാണ്. എന്റെ ഫോണും വൈറ്റാണ്. ഇതുണ്ട്, ഇതിങ്ങനെ കറങ്ങും. ഇതിങ്ങനെ കറങ്ങും. ഇവിടെ ഇത് തന്നെ മറ്റേ ഇങ്ങനെ തൂക്കിയിടാനുള്ള സാധനം ഇടുന്നല്ലേ? ഇതോളാ സാസു. ഓപ്പൺ അവിടെ ഒരു നീല കളർ. അതിന്റെ കാര്യമില്ല, കണ്ണ് കിട്ടാതിരിക്കാൻ. ഇല്ല, ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു ബ്ലിങ്കിങ് ലൈറ്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ വെക്ക്, നമ്മള് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്യണം. ഇനി നമുക്കിത് ഇവിടെ CMF ബൈ നത്തിങ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇത് മറ്റേ റീസെറ്റ് അങ്ങനത്തെ ബട്ടൺ ആയിരിക്കും അല്ലേ, സെറ്റ് ബട്ടൺ. പിന്നെ ഈ സാധനം ഇങ്ങനെ കറക്കാന്നെയാണ്. ഇത് ചുമ്മാ ഷോയ്ക്ക്. തുറക്കാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടാ കഷ്ടപ്പെട്ട് വേണം തുറക്കാൻ? കഷ്ടപ്പാടില്ല, എളുപ്പത്തിൽ തന്നെ തുറക്കാന്നാണ്. സിമ്പിളായിട്ട് തുറക്കാം. പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യത്തിന്റെ ഇതൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. നമുക്ക് 2 ബഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ബഡ്സ് 2A എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പിന്നെ ഇവിടുത്തെ പ്രത്യേകമായിട്ട് ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും ഒന്നും എഴുതിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എടുത്ത അടി കാണൂടെ. അയ്യോ, ലെഫ്റ്റും റൈറ്റും ഇല്ല കേട്ടോ. തിരിച്ചു കൊടുക്കാം. ഇനിവേ ഇതിനകത്ത് ഇവിടെ വരുന്നത് ഇത് 4 മൈക്ക് അല്ലേ ഏട്ടേ? 4 മൈക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. 4 മൈക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 4 മൈക്കാണോ? 4 അപ്പൊ 4 മൈക്കുണ്ട്. പിന്നെ ഇത് 40 mm ആണെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. 14 ആണോ? ഡ്രൈവിന്റെ സൈസ് അല്ലേ? 14 ഉള്ളൂ. 14 40 അല്ലേ?
പൊട്ടാ 14mm എടാ നിക്കാ ഇതേ എഴുതിയിട്ടുണ്ട്. ആ നമുക്ക് നോക്കാം ഗൈസ്. എന്നാണേലും ഇത് നല്ല കണക്ട് ചെയ്ത് നോക്കാം. പിടിച്ചിട്ട് നല്ല ഒരു എനിക്ക് കുറച്ചുകൂടെ സ്മോൾ സൈസ് ആയിരുന്നു ഇഷ്ടം. നമുക്ക് ചുമ്മാ ചെവിയിൽ വെച്ച് നോക്കാം. കംഫർട്ടബിൾ ആണ്, ചെവി ഇരിപ്പുണ്ട്. മറ്റേ ബഡ്സ് വേണേ മാറ്റി ഇട്ട് നോക്കാം. ടൈറ്റ് ഒന്നും അല്ല, ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ല, കുഴപ്പമില്ല. ചെവി കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് മറ്റേതോടെ വെച്ച് നോക്കാം. ഗൈസ് ചെവി രണ്ടും അടഞ്ഞ് സെറ്റായിട്ടുണ്ട്. ചേട്ടൻ അവിടെ തന്നെ നോട്ട് തന്നോ? ശരി തന്നോ? ചേട്ടൻ നോക്കിയാട്ടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഗൈസ് കണ്ടോ? അതാണ് CMF ബഡ്സ് 2A കണക്ട് ചെയ്യും. ഇങ്ങോട്ട് കാണിക്കോ? ഓക്കെ ഗൈസ്, എനിക്കപ്പോ ഇവിടെ ഒരു ക്ലിംഗ്ലിംഗ് ഒച്ച കിട്ടുന്നുണ്ട്. കണക്ട് ആയി കഴിയുമ്പോൾ ആ CMFന്റെ അറ്റ്മോസ്ഫിയർ. ഡബിൾ ടാപ്പ് സ്കിപ്പ് ഫോർവേഡ് ആൻസർ കോഡ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് സ്കിപ്പ് ബാക്ക്, ഹാങ് അപ്പ് കോൾസ്, ഡിക്ലൈൻ ഇൻകമിംഗ് കോൾസ്, ടാപ്പ് ആൻഡ് ഹോൾഡ് നോയിസ് കൺട്രോൾ. ഓക്കെ അപ്ഡേറ്റ് നമുക്ക് പിന്നെ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് കണ്ടിട്ടുണ്ട്. തോംസൺസ് ബൈ CF. ഇതിപ്പോ എന്റെ പേരിലായോ? നിന്റെ കണക്ട് ചെയ്യുമ്പോൾ നിനക്ക് വന്നോളായിരിക്കും. അൾട്രാ ബാസ്, ഇക്വലൈസർ, ഏത് വേണം? കുറെ എന്തൊക്കെയുണ്ട്. കൺട്രോൾസ് ഡീഫോൾട്ട് ആയിട്ടുള്ള ലോ ലാഗ് മോഡൊക്കെ ഉണ്ട്. ഡുവൽ കണക്ഷൻ ഉണ്ട്. എബൌട്ട് ഇൻഫോ ഉണ്ട്. എബൌട്ട് ഇൻഫോയിൽ പോയി ഇപ്പൊ മോഡൽ പേര് തോംസിന്റെ പേരിലേക്ക് മാറി. ഇല്ല അങ്ങനെ പറ്റൂല. പാട്ട് ട്രാൻസ്പെറൻസി, നോയിസ് ക്യാൻസലേഷൻ. നോയിസ് ക്യാൻസലേഷൻ ആവട്ടെ. പരസ്യമായിരിക്കും. മറ്റേ സാധനം ഉണ്ടോ? സ്പേഷ്യൽ ഓഡിയോ കുറച്ച് പത്ത് സംസാരിച്ചാൽ മതി. സ്പേഷ്യൽ ഓഡിയോ ഉണ്ടോ? നോയിസ് ക്യാൻസലേഷൻ ഇട്ടേ പറഞ്ഞതല്ലോ. പാട്ട് പോസ് ചെയ്ത്. എടാ മണ്ട, ഞാൻ പറയുന്നത് ആണോ? എനിക്ക് അപ്പൊ ബിഷേട്ടെ പറയുന്നത് എനിക്ക് കേൾക്കാൻ. അടുത്ത മറ്റേ ട്രാൻസ്ലേഷൻ ഇതന്നെ മോഡോ ട്രാൻസ്. ഒന്നും അറിയത്തില്ല ഇവിടെ വേറെ നോയിസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒന്നും അറിയത്തില്ല. നല്ല കൊള്ളാം, നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പൊ കുറച്ച് സൗണ്ട് പുറത്ത് കേക്കാവോ? ഇല്ല കേക്കാവോ? അയ്യോ ഇല്ല, അത്ര അടുത്ത് വന്നാൽ ഫുൾ വോളിയാണ് കേക്കാൻ കേട്ടോ. ആണ്ടെ ചിളി എന്റെ ചെവിയിലായതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടാ വെച്ച് നോക്കും. നമുക്കിപ്പോ ശരിക്കത്തെ ടെക്കി റിവ്യൂ ഒക്കെ ചേട്ടാ പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? ഇസ് ഇറ്റ് മോർ വർത്ത് ദാൻ യുവർ വ്യൂവേഴ്സ്? Is it more worth than yours? Is it more worth than yours? അത് ഞാൻ എന്റെ അൺബോക്സ് ആയിട്ട് പറയാം. Not this early ones. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല ചെവിയില്. എനിവേ ഗൈസ്, നമ്മളപ്പം ഇവിടെ നോയ്സ് ഒന്നും ഇല്ലാതാണ് നമുക്ക് അങ്ങനെ. ഓക്കെ ഇവിടെ നോയ്സ്. എനിവേസ്, അപ്പൊ നമ്മുടെ 4 സാധനം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ നമ്മള് ബ്രാൻഡഡ് ആണ്. ഇത് നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ ക്ലാസ്. ഇനി വലിയ ആൾക്കാരുടെയൊക്കെ സാധനങ്ങളാണ് ഇവിടെ. പൈസക്കാരൊക്കെ ഇങ്ങനത്തെ വാങ്ങുന്നത്, പൈസ ഇല്ലാത്തവര് ഇങ്ങനത്തെ വാങ്ങും. സത്യം പറഞ്ഞാൽ ഇത് നത്തിങ്ങിന്റെ തന്നെയാണ് ഗൈസ്. നമ്മളങ്ങനെ കുറഞ്ഞ സാധനം ഒന്നും മേടിക്കത്തില്ല. ഇത് നമ്മുടെ വീഡിയോ ഒക്കെ ഇടിച്ച് യൂട്യൂബിന് വേണ്ടി നമ്മൾ വാങ്ങിയതാണ്. ഇതൊക്കെ വാങ്ങി 5ന്റെ കാശില്ല, 5ന്റെ പൈസ ഇല്ല. ഇപ്പൊ ഞാൻ പിച്ചക്കാരനാണ് ഗൈസ്, പിച്ചക്കാരൻ. ഇനിയിപ്പോ നമ്മള് ഇതിന്റെ സാധനം ഉണ്ടോ? ഗൈസ്, അടുത്ത സാധനം അൺബോക്സ് ചെയ്യാണ്.
വാവ്, അതിന് അങ്ങനെ ഒരു സ്കീം ഉണ്ടല്ലോ. നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഓ അപ്പം ഞാൻ മണ്ട. ഓ ഗൈസ് അത് കൊള്ളാം. ആമസോൺ മേഡ് ഇറ്റ് നൈസ്. ഓക്കെ ഗൈസ്, കാലിഫോർണിയ കണ്ടോ കണ്ടോ കാക്കക്കുയിലി. ഏറ്റവും ചീപ്പ് എന്ത് ചീപ്പാണെന്ന് പറയാനാ ഗൈസ്. ആപ്പിൾ എയർപോഡ്സ് USB-യുടെ ചേട്ടായിക്കും, സോറി ഇയർപോഡ്സ് ചേട്ടായി. ഇവര് വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനത്തെ സാധനം. ലാപ്പ് എന്ന് പറയല്ലേ ചേട്ടായി, ലാപ്പ് അല്ലല്ലോ, മാക്ക് ആ ഗൈസ്. അപ്പൊ നമ്മളിതേ ഇതിന് അൺബോക്സ് ചെയ്യുന്ന രീതി ഉണ്ട് ഗൈസ്. നമ്മള് തുറക്ക നോക്കട്ടെ, ആദ്യം ഞാൻ ആസ്വദിക്കട്ടെ. തുതി പറ, കവറിന്റെ പുറത്ത് എന്തൊക്കെയുണ്ട്? പുറത്തൊരു പടമൊക്കെ വരച്ച് തന്നിട്ടുണ്ട് അവര്. ഇതാണ് സാധനം. അങ്ങനെ ചുരുട്ടി പിടിക്കണമായിരിക്കും. ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ, അത് ഇല്ല, തെറ്റല്ലേ? ഇല്ല, ഇത് ഡിസൈൻ ഇൻ കുന്നുംകുളം. ഓക്കെ, അൺബോക്സിങ്. അത് കൊള്ളാം. എന്നിട്ട് എന്റെ കൈ വരയ്ക്കുന്നത് എന്തിനാ? അത് കൊള്ളാം. അത് ഗൈസ് നന്നായിട്ട് മേഡ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതും കൊള്ളാം. ഇത് കൊള്ളാം അല്ലേ ഗൈസ്. ആ ഒരു സാധനം കണ്ടോ പാക്ക് ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങോട്ട് തുറന്ന് ഒരു വയേർഡ് ഹെഡ്സെറ്റ് കിട്ടുന്ന രീതി. ഇത് നമ്മുടെ കിടത്തിയിട്ടേക്കുക. ഇങ്ങനെ ഊരിയെടുക്കുക, ഇങ്ങനെ പുറകോട്ട് ഊരിയെടുക്കുക. ഓ ഗൈസ്, വയറ് ഇതിന്റെ വയറൊക്കെ ഭയങ്കര ഒരുമാതിരി മറ്റേ സൈസ് ഇങ്ങനെ ചുരുട്ടിയാരൊക്കെ നല്ല ചുരുളുന്ന നല്ല നീട്ടമുണ്ട്. നമുക്ക് നോക്കാം. കട്ടിയുണ്ടോ നോക്കി വലിച്ച് ചേച്ചി? ഇത്രയുണ്ട്. എത്ര മീറ്റർ? 1 മീറ്റർ ഉണ്ടോ? 1.5 മീറ്റർ ഉണ്ട് ചേച്ചി. ഇത്രയും ചെയ്തു. പിന്നെ 1 മീറ്റർ ഉണ്ട്. എന്നാണ് ഇത് 1 മീറ്റർ കൂടുതലുണ്ട് കേസ്. നല്ല അത്യാവശ്യം. അല്ല അങ്ങനല്ല, നമ്മ പോക്കറ്റിൽ ഇട്ടിട്ട് ചെവി വരെ എത്തണ്ടേ? റൈറ്റ് ലെഫ്റ്റ് ഉണ്ടോ? അതെങ്ങനെ? ഓ ഓക്കെ. അത് ഉപയോഗിച്ചിട്ടില്ല. നല്ല നീളം. ഇതെന്ത്? ഞാനും ആദ്യം ഇത് മേടിക്കാനായിരുന്നു, പിന്നെ പൈസ ഇല്ലാത്തവർക്ക് ഇതൊന്നും പറ്റത്തില്ലല്ലോ. ഇതിനൊത്തിരി ഇല്ല ഗൈസ്. നമുക്ക് പൈസ അവസാനം പറയാം. എന്തിനാണ് ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കുന്നത്? ഇതിനല്ല സ്കാം. അയ്യോ പോയേ. അത് ഇത് റേ. എനിക്ക് ഗൈസ്. അപ്പം ഞാൻ വെച്ചു കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെവിയിൽ ഇരിപ്പുണ്ട്. എനിക്കത്ര ഒരുപാട് ഊരിപ്പോകുന്നു പോലെ. കൊള്ളാം. ഒച്ച ഫുള്ള്. മറ്റേ തന്നെ അറിയോ, ചെവി ഫുള്ള് അടഞ്ഞ് കുത്തിയല്ലേ ഇരിക്കുന്നത്. ഇതിനകത്ത് മറ്റേ മോഡൊക്കെ ഉണ്ടോ? കൊള്ളാം. അങ്ങനല്ല, ഒരു വയർഡ് ഹെഡ്സെറ്റ് ആണെന്ന് ഇത് വെച്ച് നോക്കുമ്പോ അല്ല, കുറച്ചുകൂടെ വേറൊരു ഫീല്. അങ്ങനെയല്ല, ഒരു ക്ലീൻ ഫീല്. ഇതിന് കുറച്ചുകൂടെ ചെവി ഇങ്ങനെ കുത്തി കയറി ഇങ്ങനെ. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു ക്ലീൻ ഫീലാണ്. ഇത് വെച്ച് നമ്മളിങ്ങനെ ഉറക്കെ സംസാരിക്കേണ്ട കൊള്ളാം. കൊള്ളാം. എടേ, ഹൗ ഇസ് എക്സ്പീരിയൻസ്? നമുക്കിനി കുറച്ചാൾ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് വരാം. അപ്പൊ ഗൈസ് ഇതിന്റെ റേറ്റ് പറ. ഇതിന്റെ റേറ്റ് റേറ്റ് പറയണ്ട ഗൈസ്. ഇത് വേണ്ടവര് കമന്റ് ലിങ്ക് അയച്ചു. അങ്ങനല്ല ഗൈസ്. ഇത് നമ്മള് രണ്ടും ആമസോണിനാണ് നമ്മൾ മേടിച്ചത്. ഇതിന് ഏകദേശം എത്ര രൂപ? ഇതിന് 1899 വന്നു. ഇതിന് 1599 അല്ലേ? 1599 വന്നു. ഇത് മേടിച്ചിട്ടുണ്ട്. ഈ 4 സാധനം ഇനി കളയരുത്. ഇത് നമുക്ക് കളിക്കാനുള്ളതാണ്. ഇതാണപ്പം എൻ്റെ സാധനം. ഞാനിതാണ് മേടിച്ചത് ഫോർ മൈ പർപ്പസസ്, മൈ തിങ്സ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കൊന്നും വയറ് പറ്റത്തില്ല. നമ്മൾ സ്റ്റൈലായിട്ട് നമ്മളും വൈറ്റാണ് മേടിച്ചത്. ഇതെന്ന് പറയുമ്പോൾ ചെവിക്കകത്ത് ഇങ്ങനെ കയറി അങ്ങ് ഇരിക്കുക, ചെവി അടച്ചു വെച്ച പോലെ. അതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ എൻ്റെ ചെവി കുറച്ച് വരും, അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിനാണ് എന്നാത്തിനെ ഇപ്പോൾ ഫോക്കസ്
ഇതിനെ ആയിരിക്കുമല്ലേ. കൊള്ളാം ഗൈസ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ എന്താ പറയുക 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വെയിറ്റ് ആട്ടെ. പിന്നെ എനിക്ക് കഥ പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് ഫോണിന് സ്റ്റോറേജ് ഇല്ല, എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഫോണിന് സ്റ്റോറേജിന് വേണ്ടിയിട്ട് പെൻഡ്രൈവ് മേടിച്ചു. അത് നമ്മളെ പറ്റിച്ചു. പെൻഡ്രൈവ് ഫോണെ കുത്തിയിട്ട് ഒന്നും കാണിക്കത്തില്ല. ഇനിയിപ്പോൾ OTG ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചേട്ടടയിൽ ഒരു ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് കുത്തിയിട്ട് കണക്ടറുണ്ട്. ഈ കണക്ടറെ കുത്തി നമുക്ക് ഈ USB ഒന്ന് വർക്ക് ചെയ്ത്, ഈ പെൻഡ്രൈവിലൊന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ തുരുതുരെ ഇടായിരുന്നു. ഇപ്പം എൻ്റെ ഫോണിൽ 2 വീഡിയോ ഏതാണ്ട് കിടപ്പുണ്ട്. ഒരു വീഡിയോ നല്ല ലെങ്ത് ഉള്ള, 2 വീഡിയോ നല്ല ലെങ്ത് ഉള്ള. അതുകൊണ്ട് ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുത്ത് എല്ലാം വൈൻഡപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് ഗ്യാലറി നോക്കുമ്പോൾ വീഡിയോ കാണുന്നില്ല. ഇടയ്ക്ക് വെച്ച് പോസായി പോയിട്ട് ബാക്കി കാണുന്നില്ല. കുറച്ചൊന്നും വന്നില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ എടുത്തായിരുന്നു, പോയി എല്ലാം പോയി. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എയർപഡ്സിൽ കൂടിയാണ്. ഹൗസ് ഇറ്റ് വോയിസ് എങ്ങനെയാണെന്ന് പറയുക. അപ്പം നന്നായിട്ട് വൈൻഡപ്പ് ചെയ്ത് ഇനിയിപ്പം മടുപ്പായി തലവേദനയാണ്. ഇവറ്റ ഇങ്ങനെ കണ്ടതേക്ക് അടിച്ചിട്ടുള്ളൂ തലവേദന. ഇനി പുതിയ എയർബഡ്സ് വെച്ചതിൻ്റെ ആയിരിക്കും, മേ ബി നല്ല എയർബഡ്സ് ആയതുകൊണ്ടായിരിക്കും. See you soon until next video.